വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എസ് സജീവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയെന്ന നിഗമനത്തിലുറച്ചു പോലീസ്. മരണം സംഭവിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ അമ്മുവിനെ മാനസികമായി പ്രയാസപ്പെടുത്തിയ കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചു എന്നതിന് തെളിവുകൾ കിട്ടിയതോടെയാണ് 3 വിദ്യാർത്ഥികളുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത്. കേസിൽ പ്രതികളായ അഞ്ജന മധു, അലീന ദിലീപ്, AT അക്ഷിത എന്നിവർ റിമാൻഡിലാണ്. താൻ നേരിട്ട പ്രയാസങ്ങൾ അമ്മു സജീവ് ഡയറിയിൽ കുറിച്ചിരുന്നു. ഐ ക്വിറ്റ് എന്ന വാചകം ഉൾപ്പെടെ നോട്ട്ബുക്കിൽ നിന്നും കണ്ടെത്തി. വലിയ തോതിൽ മാനസിക പ്രയാസങ്ങൾ സഹപാഠികൾ മൂലമുണ്ടായതാകാം കാരണമെന്നാണ് പോലീസ് വിലയിരുത്തൽ. ശാസ്ത്രീയ അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിലാണ് അമ്മുവിന്റെ ബുക്കുകളും മറ്റും പരിശോധിച്ചതും സഹപാഠികൾക്കെതിരെ തെളിവ് ലഭിച്ചതും. ബുക്കിൽ പോലീസ് പിടിയിലായ സഹപാഠികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തിയിരുന്നതായും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടികൾക്ക് നിർബന്ധിതയാകുമെന്ന് എഴുതിയതായും പോലീസ് കണ്ടെത്തി. ഐ ക്വിറ്റ് എന്ന് ബുക്കിൽ അമ്മു കുറിച്ചതായും കണ്ടെത്തി. ഇതോടെയാണ് 3 സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശാസ്ത്രീയ അന്വേഷണ സംഘം, വിരലടയാള വിദഗ്ധർ, പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സംഘമാണ് സ്ഥലത്ത് വിശദമായി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചത്. ഹോസ്റ്റലിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കെടുത്തു. അമ്മുവിന്റെ മുറിയിൽ നിന്നും നോട്ട്ബുക്ക്, മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിന് ഒരാഴ്ച മുൻപ് തന്നെ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് പിതാവ് സജീവ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. അതിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അമ്മുവിന് സഹപാഠികളായ 3 വിദ്യാർത്ഥികളിൽ നിന്നേറ്റ മാനസിക പീഡനം വിവരിക്കുന്നുണ്ട്. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമുയർന്നു. സഹപാഠികളിൽ ഒരാൾ ബുക്ക് അമ്മു എടുത്തെന്ന് ആരോപിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും പോലീസ് കോടതിയിൽ വാദിച്ചു. അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയതും സഹപാഠികൾക്കിടയിൽ പ്രശ്നങ്ങളിടയാക്കി. പ്രതികൾക്കെതിരെ അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് അയച്ച പരാതിയും കോളേജ് അധികൃതർ സ്വീകരിച്ച നടപടികളുടെ രേഖകളും കണ്ടെടുത്തു. ആരോപണ വിധേയർക്ക് ലഭിച്ച മെമ്മോയും അവയ്ക്ക് അവർ നൽകിയ മറുപടികളും കോളേജ് അധികൃതർക്ക് അമ്മു ഒപ്പിട്ട് നൽകിയ മൊഴിയും പോലീസ് ശേഖരിച്ചിരുന്നു. മാനസിക പീഡനവും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അമ്മു അതിൽ പറയുന്നുണ്ട്. സഹപാഠികളുടെ മാനസിക പീഡനം മരണകാരണമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മൂവരെയും പത്തനംതിട്ട DYSP S നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ആത്മഹത്യക്കുള്ള കാരണമാകും വിധം മാനസിക പീഡനമുണ്ടായി എന്നതിന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അതേസമയം അമ്മുവിന്റെ മരണത്തിൽ പോലീസിന്റെയും ആരോഗ്യ സർവകലാശാലയുടെയും അന്വേഷണം തൃപ്തികരമെന്ന രക്ഷിതാക്കൾ. അമ്മുവിന് ഹോസ്റ്റലിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അമ്മുവിന്റെ സഹോദരൻ അഖിൽ പറഞ്ഞു. കൂടാതെ ഹോസ്റ്റൽ വാർഡൻ സുധാമണി തുടക്കം മുതൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഹോസ്റ്റലിൽ വെച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന വാർഡൻ പിന്നെന്തിനാണ് 2ാം നിലയിലെ മുറി മാറ്റി അമ്മുവിന് താഴത്തെ നിലയിലെ മുറി നൽകിയത്? ഇത് ആരെ രക്ഷപ്പെടുത്താനാണെന്ന് അറിയേണ്ടതുണ്ടെന്നും അഖിൽ ആവർത്തിച്ചു. അമ്മു വീണെന്ന് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മെറ്റലും ചെളിവെള്ളവും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മുവിന്റെ ശരീരത്തിൽ മെറ്റലിൽ വീണ പാടുകളില്ല. വസ്ത്രത്തിൽ ചെളി പുരണ്ടിട്ടുമില്ല. അമ്മു ചാടി എന്ന് പറയുന്ന കെട്ടിടത്തിന് മുകളിൽ കൈവരിയും അതോടൊപ്പം ഷീറ്റ് ചരിച്ചു വെച്ച മേൽക്കൂരയുമാണ്. അവിടെ കയറി നിന്ന് ചാടാൻ കഴിയില്ല. അതിലൂടെ ഊർന്നിറങ്ങി ചാടിയാലും സൺഷെയിൽ തട്ടിയ താഴെ വീഴൂ. അത്തരം പരിക്കുകളും അമ്മുവിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെ CCTV ക്യാമറയും ഉണ്ട്. ഹോസ്റ്റലിനുള്ളിൽ വെച്ചാണോ സംഭവം നടന്നതെന്നും സംശയമുണ്ട്. പിടിവലിക്കിടെയാകാം യൂണിഫോമിന്റെ മുൻവശം കീറിയിട്ടുണ്ടാവുക. അതിനാൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണമെന്നും അഖിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.